എത്രയായി? 57. എന്നാ ഒന്നുകൂടെ മുങ്ങാം. എന്നും 60 വരെ വരുന്നതാണല്ലോ. ഇനി നാളെ ആവട്ടെ. അച്ഛന് പോയിട്ട് ആശുപത്രി പോകാനുള്ളതാ. പിടിച്ചോ. കണ്ടോച്ചാ, എന്നെ കളിയാക്കിയതാ. അവന് നീന്തൽ അറിയുന്നു പറഞ്ഞ എന്നെ കളിയാക്കിയതാ. നിനക്കും പഠിക്കാറുന്നില്ലേ? ആരാ പറഞ്ഞ വേണ്ടാന്ന്? എനിക്ക് പേടിയാ, അതുകൊണ്ടാ. എന്നാലും അവനെ കളിയാക്കുന്ന എന്തിനാ? പിന്നെ ഇനിയിപ്പോ അവൻ പോയി നീന്തിയിട്ട് വേണ്ട ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ മേടിക്കാൻ. പോകാൻ പറയടാ. പോടാ. പോത്ത് പോലെ ഇങ്ങനെ കിടക്കാണ്ട് വണ്ടി ഒന്ന് കഴുകാൻ കൂടി കൂടെ എന്റെ അപ്പുകുട്ടാ. പിന്നെ ശാകരൻകുട്ടി ടാക്സി ഓടിച്ചുണ്ടാക്കണ കാശൊക്കെ അപ്പുകുട്ടന്റെ വീട്ടിലേക്കാണല്ലോ തരണത്. വേണമെങ്കിൽ അങ്ങോട്ട് കഴിയാ മതി. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ട്. ആസ്മയല്ലേ, അതിങ്ങനെ കേറി ഇറങ്ങിയൊക്കെ ഇരിക്കും. ഇന്ന് ഡോക്ടറെ കണ്ട ദിവസാ. നിനക്ക് വേറെ ഓട്ടമില്ലെങ്കിൽ ഒന്ന് അത്തടം വരെ വാ. അതായത് കഴിഞ്ഞ വരെ എന്നാ അച്ഛൻ വെക്കോ, ഞാൻ ശേഖരൻകുട്ടി എന്നോട് വന്നോളാം. അവന് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റണം വരാൻ. നീ വാ. എപ്പോ വരും? നീ ഇവിടെ സുഖിച്ചിരിക്കുക. ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് വരുമല്ലോ നീ. അപ്പൊ ഞാൻ കാണിച്ചുതരാം. പിന്നെ ഇനി അതിന്റെ കൂടെ ഒരു കുറവുള്ളൂ. പണിയെടുക്കാണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അത് ശരി, ആദ്യം കുളി പിന്നെ പല്ല് തേപ്പ്, എല്ലാം തലതിരിഞ്ഞാണല്ലോടാ. അതിലേ ഒരു കഥയുണ്ട്. കുറച്ചു നേരം വെള്ളത്തിൽ കിടക്കുമ്പോഴേ പല്ലൊക്കെ ഒന്ന് കുതിരും. അപ്പൊ പിന്നെ പേസ്റ്റ് കുറച്ച് മതി. എന്താ പേറ്റുകുളി? നാരായണേട്ടന്റെ കടയിലെ ആളുകൾ നല്ല ചായ കുടിക്കണോ വേണ്ടിയോന്ന് നീ തീരുമാനിച്ചോ. 2 കുപ്പി പാല് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. വെള്ളം ഞാൻ ഒഴിക്കും. അതിന്റെ ചീത്തപ്പേര് നിനക്കാ. നിന്റെ പാലിന് കൊഴുപ്പില്ലാന്ന് ആൾക്കാര് പറയും. എന്തേ രാവിലെ തന്നെ അതിനോട് ശൃംഗരിക്കാൻ നിൽക്കേണ്ട നീ അടുക്കളയിലോട്ട് എന്നേ. കഞ്ഞിയും ചമ്മന്തി പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അവൻ വരുമ്പോ എടുത്തു കൊടുത്താരെ. അമ്മ ഇത് എങ്ങടാ രാവിലെ തന്നെ ഒരുങ്ങി കിട്ടി? നിനക്കൊരു ചെറുക്കനെ ഉണ്ടാക്കാൻ. അല്ല പിന്നെ ചിട്ടി വിളിച്ചോണ്ട് പോവാൻ എല്ലാവർക്കും വലിയ ഉത്സാഹ. അടയ്ക്കേണ്ട ദിവസം ആകുമ്പോ ഒരു പട്ടിയും കാണില്ല ഈ വഴിക്ക്. ഉള്ള കൂട്ടങ്ങള് അതിന് എന്നെ ചെയ്ത് പറയണ എന്തിനാ? ഞാൻ പറഞ്ഞു ചിട്ടി വെക്കാൻ. വെറുതെ അല്ല കുഞ്ഞേട്ടൻ പറയണത്. വെറുതെ കിടന്ന് ചപ്പണ്ട. ഉള്ളത് മുഴുവൻ ഞാൻ ഊറ്റി. നിന്റെ തള്ളയും തേടി ചെട്ടി പിരിക്കാൻ പോയി. ഈ ചിട്ടിയും വട്ടിയൊക്കെ നിർത്തി വീട്ടിൽ ഇരിക്കാൻ പറഞ്ഞൂടെ തള്ളയോട്? ഏട്ടന് പറഞ്ഞൂടെ? എന്റെ മാത്രല്ലല്ലോ, ഏട്ടന്റെ അമ്മയല്ലേ. ഇനി അവര് നയിച്ചുണ്ടാക്കിയിട്ടുണ്ടോ നിന്നെ കെട്ടിച്ചൂടാ. കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട്, കുടിച്ചിട്ട് പോ. അത് നീ കുടിച്ചോ. എനിക്ക് മാഷെ അമ്മയും കൂട്ടി ആശുപത്രി വരെ പോണം. അങ്ങനെ പറയേ. അവിടുന്ന് ആവുമ്പോ നല്ല പലഹാരം തിന്നാലോ. രാധേച്ചോട് പറഞ്ഞേരെ, ഇതിനൊക്കെ ചേർത്ത് ഞാൻ നാത്തും പോലെ എടുക്കൂന്ന്. ഒന്ന് പോടി അവിടെ നിന്ന്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? സുന്ദരനായിട്ടുണ്ട്. നല്ല ഉന്നം. വരാം വരാം. ഞാൻ വൈകിയോ? ഏയ്, കൃത്യസമയത്ത് തന്നെ എത്തി. ഇരിക്കാം മോളെ. ബാക്കിയുള്ള ഒരു കാപ്പി വെച്ചിട്ട് മണിക്കൂർ 2ആയി. ഇവിടെ വണ്ടിയുടെ ശബ്ദം കേട്ടില്ല. അതിനു മുമ്പേ ആളെത്തി പ്ലേറ്റുമായിട്ട്. കാപ്പിയുണ്ട്. ഓ സമാധാനം. മാഷ് എന്തിനാ രാവിലെ തന്നെ അവളെ വെറുതെ കളിയാക്കണേ? ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല ആശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞത് വെറുതെ ആശുപത്രിയിലൊന്നും പോകണ്ടെന്ന്. മാഷ് കേക്കണ്ടേ?
അതുകൊണ്ടല്ല, ചെക്കപ്പ് മുടക്കരുത് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. പോണം. ഞാനും ഉണ്ട്. ഏ? എന്നെ സ്കൂളിന്റെ അടുത്ത് ഇറക്കിയരെ. അതിന് നിനക്ക് പോകാൻ സമയം ആയില്ലല്ലോ. ഓ, ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവൂലേ? ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുക? ഒരൊറ്റ ദിവസം പോലും നേരത്തിന് പാല് കൊണ്ടുവരില്ല. ഇന്നിത് ഞാൻ ശരിയാക്കി തരാടാ. ആ, നീ കളിക്കണോ? ഓടങ്ങി. നിന്റെ ഒടുക്കത്തെ പോക്ക് പോണാടാ തെണ്ടി. അവനവന്റെ അമ്മയ്ക്ക് വായി കൂടെ വായിച്ചാ പോവാ. ഈ പോണ പോക്കിൽ എത്തിക്കില്ല. നോക്കിച്ചോ, ഇപ്പൊ അവൻ എന്റെ കൈ കിട്ട ഒരൊറ്റ അടിച്ച് ഞാൻ തണുപ്പറ്റി തെറിപ്പിച്ചേനെ. നാറി. നിജെന്തിനാ വിളിക്കണേ? അല്ല, ഇനിയിപ്പോ എന്ത് വേണേലും പറയാലോ, അവൻ കേൾക്കില്ലല്ലോ. പിന്നെ ചേട്ടാ എന്റെ മൂക്കിൽ വലിക്കും. മതി കയറ്റിയത്. ഇത്രയും നാള് തിന്നതിന്റെ കാശ് തന്നിട്ട് മതി. ഇനി അതല്ലെങ്കിൽ അങ്ങനെയാ, ഏത് മന്ത്രവാദി എന്നാലും കോഴിക്കാനുള്ള കിടക്കപ്പുറത്തി ഇല്ലാത്ത പാല്. അയ്യേ, തമ്പുരാട്ടിക്ക് എഴുന്നള്ളാരെ ആയോ? കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാ മതിയായിരുന്നല്ലോടി. ഒരു സഞ്ച അമ്പഴേക്കും. എനിക്ക് ഈ നേരത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് ഇവളുടെ കുഴപ്പം കൊണ്ടൊന്നല്ലാന്നേ. പശു എഴുന്നേൽക്ക് ഒരു 10 മിനിറ്റ് വൈകി. അല്ലേ മീനാക്ഷിയെ? പാല് വേണ്ടെങ്കിൽ പറഞ്ഞേരെ. എന്റെ കുഞ്ഞേട്ടനോട് പറഞ്ഞ ടൗണിൽ കൊണ്ടുപോയി കൊടുത്തോളൂ. ആ ഒരുമിട്ടവന്റെ കാര്യം നീ ഇവിടെ പറയരുത്. അവന്റെ ഒരു പോക്ക് പോയതായി കാണുന്നത് കണ്ടോ? കണക്കായിപ്പോയി. ഇനിയും തെറിപ്പിക്കും, നോയിക്കോ. എടി 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 ഒരുപാട് നെളിക്കലടി. ചെമ്മീൻ തുള്ളിയ മുട്ടോളം, പിന്നെയും തുള്ളിയ എത്തില്ല. ആദ്യം തുള്ളി ക്ഷീണം കൊണ്ട് പിന്നെ തുള്ളി അത്രയ്ക്ക് എത്തില്ല. അയ്യോ, ശ്ശോ, പേടിച്ചു പോയല്ലോ. കുട്ടൻ എന്ത് പണിയായി കാണിച്ചേ? എന്റെ കുപ്പിയും പൊട്ടി. കുഞ്ഞേട്ടനോട് പറഞ്ഞിട്ട് എനിക്ക് ടൗണിൽ നിന്ന് വാങ്ങിച്ചെന്ന കുപ്പിയായിരുന്നു. അത് പോട്ടെ, ഇതിന് വലിയ 2 കുപ്പി ഞാൻ തരാം. പിന്നെ നല്ല കാര്യായി. വലിയ കുപ്പിയിൽ പാല് നിറയ്ക്കാൻ വീട്ടിൽ നിന്ന് കൊണ്ടുതരുമോ? ഇതിൽ തന്നെ നിറക്കണേന്റെ പാടെ എനിക്കറിയൂ. എന്നാ ഇതുപോലത്തെ 2 കുപ്പി തരാം. ഓ, വലിയ മിടുക്കായി പോയി. കുപ്പി തന്നെയല്ല, വേറൊരു കൂട്ടുണ്ട്. എന്ത് കൂട്ടം? അത് തരുമ്പോ കണ്ടാ മതി. എന്റെ കുഞ്ഞേട്ടനോട് പറഞ്ഞ എന്ത് കൂട്ടം വേണേലും വാങ്ങി തരുമല്ലോ. ആ, എന്നാലും വാ. വേറെന്ത് സാധനം തരാന്ന് പറഞ്ഞേ? ഇതാ ഇത്ര കാര്യമായിട്ട് തരാന്ന് പറഞ്ഞ സാധനം. എന്നാ ഇനി ഞാൻ പോട്ടെ. ഈ മീനാക്ഷി എപ്പോഴും എങ്ങനെയാ? എന്നോടൊന്നും മിണ്ടന കൂടെ ഇഷ്ടല്ല. ഇഷ്ടമല്ലാത്തോണ്ടൊന്നല്ല, പോയിട്ട് എന്തൊക്കെ ജോലി ഉണ്ടെന്നറിയോ? എന്നാ പിന്നെ കാണേ. മീനാക്ഷി, കണ്ണടച്ചേ. എന്തിന്? ഒന്ന് അടച്ചേ. ഇനി തുറന്നു. ഹായ്, എന്തൊരു അപ്പൂപ്പൻ താടിയാ. കുട്ടൻ എവിടുന്ന എത്രയും? കൊളക്കടവിന്ന ഒത്തിരി ഉണ്ട് അവിടെ. ഈ കുട്ടന്റെ ഓരോ കാര്യങ്ങള്. അനങ്ങരുത് അനങ്ങരുത്. മീൻ പിടിക്കുന്ന ചൂണ്ട കണ്ടൊരു സൂത്രം കട്ടിത്തറ്റാം. അപ്പുകൊണ്ടാ നീയാ എന്റെ നല്ല ജീവൻ എടുത്തില്ലടാ. ഒരാളെ വിളിക്കണം എങ്ങനെയാ? രാവിലെ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ട്. നിനക്ക് അങ്ങനൊക്കെ പറയാം. ഇതിന്ന് 2 കിട്ടി. അത് ഷാപ്പിൽ കൊണ്ട് കൊടുത്തിട്ട് വേണം തൊണ്ട നനയ്ക്കാണെങ്കിൽ ഇത്തിരി കള്ളു കുടിക്കാൻ. കള്ളു കുടിക്കാനുള്ള കാശ് ഞാൻ തരാം. എനിക്കൊരു ഉപകാരം ചെയ്യോ? എന്തുപകാരം? അതിനീലവിടെ നീ കാശെടുക്ക്. കാശ് തരാം, ചെയ്യോ? നീ കാര്യം പറയടാ. ചേട്ടൻ ശേഖരൻകുട്ടിയേട്ടനോട് ഒന്ന് പറയൂ, എന്റെയും മീനാക്ഷിയുടെയും കാര്യം. ഞാനത് ഇപ്പൊ തന്നെ ചെന്ന് പറഞ്ഞേക്കാം. നീ ഒരു കാര്യം ചെയ്, എന്റെ വീട്ടിൽ ചെന്ന് എന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞേരെ എന്റെ ഷർട്ട് മുണ്ടൊക്കെ കത്തിച്ചളഞ്ഞേക്കാൻ. കാരണം ഇനി എനിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. എടാ, അവനെ കൊന്നുകളിയില്ലേ?
നിനക്ക് അവള് ഇഷ്ടമാണോ? അവൾക്കോ? അറിയില്ല. അത് ഞാൻ അറിഞ്ഞുതരാം, നീ കാശെടുക്ക്. എടാ ഇത് കള്ളുടിക്കാനല്ല, കൽക്കണ്ടം വാങ്ങാനാ. എടാ അവളുമായിട്ട് സംസാരിക്കുമ്പോൾ ഇത്തിരി കണ്ടശുദ്ധിയൊക്കെ വേണ്ടേ? അവന്റെ വണ്ടി ഞാൻ കത്തിക്കും, കള്ളൊഴിച്ച് കത്തിക്കും. നല്ല പൂസാണല്ലോ നാരായണേട്ടൻ. എന്നെ പൂസാക്കാൻ നീ നോക്കണ്ട. ഓ ദേ എന്റെ മേത്ത് ചളി തെറിപ്പിക്കുന്ന നിന്റെ ചകുട്ടുണ്ടല്ലോ, അതിന് ഞാൻ തോട്ട വെക്കും. തോട്ടം വെച്ചോ, പക്ഷെ കയ്യിരുന്ന് പൊട്ടരുത്. എടാ ഞാൻ ഒരുപാട് കാട്ടുപോത്തിന് തോട്ട വെച്ചിട്ടുള്ളവനാ. ഈ നാരായണൻ അത് വെറുതെ. അതിന് ഇവിടെ എവിടെ കാട്ടുപോത്ത്? നിനക്ക് എന്തറിയാടാ, ഞാനൊക്കെ വരമ്പിൽ കൂടി നടക്കുമ്പോ നീ ഞരമ്പിൽ പോലും ഇല്ല. ഓ അന്നൊക്കെ ഇവിടെ മുഴുവനും കാടാ, ഓരവനം. നമ്മുടെ മരിച്ചുപോയ തട്ടാൻ ഗോപാലനും ഞാനും കൂടി ശീലംകുളങ്ങര അമ്പലത്തില് വേല കഴിഞ്ഞ് വരിക. കൂരിട്ട് എന്നൊരു ഒച്ച കേട്ടു. നോക്കുമ്പോ എന്താ എന്താ? ഒരു 100 കടുകൊണ്ട് ചുറ്റും. 100 കടുവയോ? ഒരു 50 എണ്ണം. 50 എണ്ണോ? ഒന്നുകൂടി പറയില്ലേ? ഒരു 10 ഉണ്ടെന്ന് വെച്ചോ. കടുവയാണോ പുലിയാണോ എന്നറിയില്ല, കാടൊന്ന് അനങ്ങി ഇല്ല നാരായണേട്ടാ. നെന്നോടൊക്കെ കഥ പറയാൻ വന്ന എന്നെ വേണം ആ തന്നെ. മക്കളെ നീ അച്ഛന് ഒരു കുടം കള്ളും കൂടെ എടുത്ത. ഇനി കള്ളില്ല, തീർന്നു. നിന്റെ അച്ഛനല്ല പറയണേ, ഒരു കുടം കള്ളും കൂടെ എടുക്ക. അച്ഛനും മോനും ഒക്കെ വീട്ടില്, എനിക്കിതിന് കണക്ക് കൊടുക്കാനുള്ള. മാതാപിതാപുത്ര ബന്ധങ്ങളൊക്കെയും താരാവ് തീർത്തരുമായല്ലോ. തുടങ്ങിയാലോ നാരായണേട്ടാ? തുടങ്ങണ്ടാ പോലെ ഓ കഴിയുമ്പോ മട്ടെന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാ. ഊരാനി മകനെ നമ്മക്കെല്ലാവർക്കും പാർക്കാം. പണ്ഡിത മനസ്സും തിരുമയിൽ അനവധി പോക്കിരി നൗരികളെ. കൈക്കൊരാണി വെച്ചു എന്റെ കാലിലൊരാണി വെച്ചു, എന്റെ നെഞ്ചിലൊരാണികൾ വെച്ച പോക്കിരി നൗരികളെ. അല്ലോ കൈക്കൊരാണി വെച്ചു എന്റെ കാലിലൊരാണി വെച്ചു. ഇന്ന് നേരത്തെ തുടങ്ങിയോ? നല്ല ഫോമിലാവോ ഇന്ന് വരവ്. അമ്മയ്ക്കൊന്ന് പറഞ്ഞൂടെ? അതെങ്ങനെയാ? അമ്മയും മോനുമായിട്ട് ഒന്ന് മിണ്ടിയിട്ട് വേണ്ടേ? ഇതൊക്കെ അനുഭവിക്കാനായിട്ട് ഞാൻ ഒരുത്തി. ഇങ്ങനൊരു അമ്മയും മോനും ഈ ലോകത്ത് ആദ്യമായിട്ടായിരിക്കും. എന്താ നിന്ന് വേക്കണേ? എന്നാടി ഞാൻ വേച്ച് വന്നിട്ടുള്ളേ? ശേഖരൻകുട്ടി കള്ളു കുടിക്കും, അല്ലാതെ ഇന്നോളം കള്ളി ശേഖരൻകുട്ടിയെ കുടിച്ചിട്ടില്ല. എന്തേ നിന്റെ തള്ള? അമ്മയ്ക്ക് നടുവേദനയാ, നേരത്തെ കിടന്നു. ഊര് തെണ്ടി നടന്നാ അതും അതിലപ്പുറം ഉണ്ടാവും. അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാൻ പറ. എന്റെ അടുത്ത് ഏട്ടന് നേരിട്ട് പറഞ്ഞാലെന്താ? ഇക്കണക്കിന് ഞാൻ വലുതാവണതിന് മുമ്പ് ഇവരെങ്ങനെയാ കഴിഞ്ഞിരുന്ന എന്റെ ഈശ്വര. എന്താ? അവള് കുളിച്ച് കയറിയോ? നോക്കട്ടെ ഞാൻ. എന്താ? ഇപ്പൊ കേറും. എന്നാ വാ. നീ ചെല്ല്, ഞാൻ വന്നേക്കാം. അത് വേണ്ട, ചേട്ടനും വാ. ഹോ വരാ. ഇനി വൈറ്റായിട്ട് ചെല്ലാത്തോണ്ട് ആൺകുട്ടി ജനിച്ചില്ലാന്ന് വേണ്ട. ഇത് കൊള്ളാലോ ഈ സാധനം. കഴിഞ്ഞ ഉത്സവത്തിന് അച്ഛമായി തന്നതാ. ഇത് എന്റെ ഇരിക്കട്ടെ, കുറച്ച് ദിവസം കഴിഞ്ഞ് തരാം. അത് വേണ്ട, അച്ഛൻ വഴക്ക് പറയും. ഓ നിങ്ങളൊക്കെ ബേക്കറി പലഹാരം തന്നെ വീട്ടിലാണല്ലോ. ഞങ്ങളൊക്കെ കപ്പയും കുറുക്ക പേര് നിന്നെ വീട്ടിലായി പോയി. സാരില്ല. അയ്യേ, പെണ്ണുങ്ങൾ കുളിക്കണടുത്ത് വന്ന് നിക്കാ രണ്ടാളും കൂടി. ഏയ് ഞങ്ങൾ അതിനൊന്നും വന്നല്ല. ഏതിനു വന്നല്ലാന്ന്? ഇതെന്താ കുട്ടന്റെ കയ്യില്? ഹായ് ദൂരദർശിനി, ഇതെനിക്ക് തരുമോ? ഇതൊന്നും ശരിയാവില്ല, അതുകൊണ്ട് വേറെ കുറച്ച് പണിയുള്ളതാ. പിന്നെ എന്റെ കുഞ്ഞോട്ടിനോട് പറഞ്ഞ ഇതുപോലത്തെ എത്ര വേണമെങ്കിലും വാങ്ങി തരുമല്ലോ. ഇത് തന്നാലേ കുട്ടന്റെ അച്ഛൻ വഴക്ക് പറയും അല്ലേ കുട്ട? അതിനെനിക്ക് സ്വന്തമായിട്ടൊന്നും വേണ്ട, കുറച്ച് ദിവസം നോക്കിയിട്ട് അങ്ങ് തന്നേക്കാം. എന്നാ എടുത്തോ. ഞാൻ ഇത്രയും നേരം ചോദിച്ചിട്ട് കുട്ടനെ എനിക്ക് തന്നില്ല. മീനാശിയോട് എന്ത് സ്നേഹം ഉണ്ടായിട്ടാന്നറിയാമോ കുട്ടന് തന്നെ? പിന്നെ ഇവനിപ്പ എന്നെ സ്നേഹിച്ചങ്ങ് കൊല്ലൂലേ?
വിളിച്ചവരുടെ അടുത്ത് നിന്റെ പെമ്പർന്നോത്തി പ്രസവിച്ച് കിടക്കാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവർക്ക് സമയത്തിന് ഞാൻ കാശ് കൊടുക്കണ്ടേ? ചേച്ചി ഇന്നൊരു ദിവസം കൂടെ ക്ഷമിക്ക്. നാളെ എങ്ങനെയെങ്കിലും ഞാൻ അവിടെ എത്തിച്ചോളാം. അയ്യോ, നീ മനഃപൂർവ്വം തരാതിരിക്കുവാണെന്നൊന്നും അല്ല വാസു ഞാൻ പറഞ്ഞു. ആ, എന്റെ മോളാണ് സത്യം. എനിക്ക് ജീവനുണ്ടെങ്കിൽ നാളെ ഞാൻ പൈസ അവിടെ. ഇതെവിടെ പോയി? ചേച്ചി, ചേച്ചി, വിലാസിനി ചേച്ചി, ചേച്ചി, വിലാസിനി ചേച്ചിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല. ആഗ്രഹം ചെന്നല്ലോ. അയ്യടാ, ശേഖരൻകുട്ടി പോണ കണ്ടിട്ട് മാറിയതാ. അവൻ കണ്ടാ വഴക്ക് പറയും. അമ്മ എന്തിനാ വയസ്സുകാലത്ത് ഇതിനൊക്കെ പോണേന്നും പറഞ്ഞു. സ്നേഹം കൊണ്ടാ. ഇന്ന് എവിടാ ഇങ്ങനത്തെ മക്കള്? ചേച്ചിയുടെ ഭാഗ്യ. ആ, ആഹാ, ഞങ്ങളിപ്പോ പറഞ്ഞതേ ഉള്ളൂ നിന്റെ കാര്യം. എന്താ പറഞ്ഞേ? കുറ്റാണോ? ഏയ്, 10-16 വർഷം മുമ്പ് ഒരു 12 വയസ്സുകാരൻ ഒക്കത്തൊരു കൈക്കുഞ്ഞുമായിട്ട് അമ്മയും കൂട്ടി ഈ നാട്ടിൽ വന്നത്. ഈ കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ച് ആ ചെക്കൻ പോകുമ്പോ എന്റെ മകള് രാധ അവന്റെ കൈക്ക് കയറി പിടിച്ചത്. ആ മൂക്കട്ടെ ഒലിപ്പിച്ചിരുന്ന ചെക്കൻ വലുതായി ഇന്ന് മാഷിന്റെ മുമ്പിൽ നിൽക്കുക. കൽപ്പിച്ചാലും ഓടാ അവിടുന്ന്. പിന്നെ സാറെന്താ ഇങ്ങോട്ട് പോന്നേ? ഓ ഓ, ഇന്ന് ശനിയാഴ്ച ആണല്ലോ. കാരണം സ്കൂളിലല്ല. ഞാനീ ചെല്ല, ടീച്ചറിന്റെ അകത്തുണ്ട്. ഓടണ്ട, പതുക്കെ പോയാ മതി. മാഷ് എന്തിനാ കുട്ടികൾ എപ്പോഴും ഇങ്ങനെ കളിയാക്കണേ? അതൊക്കെ ഒരു രസല്ലേടി. അവരുടെ കല്യാണം കഴിഞ്ഞാ പിന്നെ നടക്കുവോ? വണ്ടിയുടെ ഒച്ച പോലും കേട്ടില്ല. നടന്നാ വന്നേ. വണ്ടി വർക്ക്ഷോപ്പില്ല, ഇത്തിരി പണിയുണ്ട്. അച്ഛനെ കണ്ടോ? കണ്ടു. ശരിക്കൊന്ന് വാരുകയും ചെയ്തു. എന്തിന്? ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാ ഞാൻ വന്നേന്ന്, നിന്നെ കാണാൻ. ചിരിക്കണ്ട. ടീച്ചറമ്മയ്ക്ക് അങ്ങോട്ടൊക്കെ ഇറങ്ങിയ കുറച്ചിലായിരിക്കും അല്ലേ? ആ, നമുക്ക് ആകെ ഉള്ളതൊരു കൂര. ആ കൂരയിലേക്ക് തന്നെയല്ലേ ഞാൻ വരാൻ പോണേ. എന്നാ പിന്നെ അതങ്ങടെ ആവാൻ പാടില്ലേ? ഇനി എന്നാ മൂക്കി പല്ലു മുളച്ചിട്ടോ. അച്ഛൻ എന്തൊക്കെ ആലോചനകളുണ്ട്. മാഷ് എന്താലോചിച്ചാലും അത് നല്ലതിനാവും. ഒരുപാട് വൈകിരുന്ന് ഞാൻ പറഞ്ഞുള്ളൂ. എനിക്കൊട്ടും മോഹമില്ലെന്നാണോ വിചാരം? ഈ കഴുത്തി ചുറ്റിപ്പിടിച്ചങ്ങനെ നടക്കാൻ. അത് വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഇങ്ങടാവാലോ. അത് വേണ്ട. ദേ അച്ഛൻ ആ നമ്പർ കയ്യിൽ വെച്ചേ. എന്ത് ഞെക്ക അവൻ ഞെക്കണേ? ഇങ്ങനെ ഞെക്കിയാ അവക്ക് ശ്വാസം മുട്ടൂലേ? അങ്ങനെ ശ്വാസം മുട്ടാനാണെങ്കിൽ നീ ഇപ്പൊ എത്ര തവണ ചാകേണ്ടതാ എന്റെ കിളവി. ഓടുന്നു. എന്തിയടാ? മോഷണം അത്ര നല്ല പണിയല്ല, പ്രത്യേകിച്ച് മുട്ട. ആര് മോട്ടിച്ചു? പിന്നെ എന്താ? നല്ലതാണെങ്കിൽ വാങ്ങാലെന്ന് കരുതിയാ. മുട്ട നോക്കി നല്ലതാണെന്നറിയാൻ നീ ആരുടെ താറാവ് വളർത്തുക എന്റെ മോളോ? പോട്ടെ ചേട്ടാ, ഇത്തവണത്തേക്ക് ക്ഷമിക്കേ. ചേച്ചിക്ക് ഒരു അബദ്ധം പറ്റിയതല്ലേ. ചേച്ചിക്ക് വേണ്ടി ചേട്ടനോട് ഞാൻ മാപ്പ് ചോദിക്കാം. എന്തിന്? മിണ്ടരുത് നീ. ഇവൻ പറഞ്ഞോണ്ട് മാത്രം ഞാൻ ഇത്തവണത്തേക്ക് ക്ഷമിക്കാം. മേലാളിത് ആവർത്തിച്ച കയ്യും കാലും കെട്ടി പോലീസ് ഏൽപ്പിക്കും ഞാൻ. പൊയ്ക്കോ. ചേട്ടാ, ഞാനല്ലേ പറഞ്ഞത് മേലിൽ ഇങ്ങനെ ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. പൊയ്ക്കോ. എടാ, പോടാ. പൊടി. നിക്കവിടെ. നീ ആരാടാ? ഹരിചന്ദ്രനോ? എനിക്ക് വേണ്ടി മാപ്പ് ചോദിക്കാൻ? ഞാനില്ലേ ഇപ്പൊ കാണായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് അഴിയണത്. നീ ഇത്തിരി പുളിക്കും. എന്റെ കുഞ്ഞോട്ടോട് പറഞ്ഞാലുണ്ടല്ലോ. പിന്നെ നിങ്ങളുടെ ഏട്ടൻ ആരാ? മൈസ്രേട്ടോ? എന്ത് പറഞ്ഞാലുണ്ടൊരു കൊച്ചാണ്ടൻ. മേലിന്റെ കണ്ണുവെട്ടത് കാണരുത്. അമ്മ സഹായിക്കാൻ വന്നു. ഒട്ടക്കല്ലി, എല്ലാരോടും ഞാൻ പറയും, നോക്കിക്കോ. പോടാ.
എന്താ അവിടെ പരിപാടി? ഇതൊക്കെ കുറച്ച് നേരത്തെ ആയിക്കൂടെ? ഇനിയിപ്പോ ഒന്നു പോലെ തുടങ്ങണ്ടേ? പോടാ അവിടുന്ന്. ചേട്ടാ ആ ആയിക്കോ ആയിക്കോ. അയ്യോ, ഇത്രയ്ക്ക് വിഷമാവെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. കാര്യം നടക്കട്ടെ, ഞാൻ പോയേക്കാം. മീനാക്ഷി ഇത് ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നീണ്ടല്ലോ, ഇന്ന് അവൻ ഈ നാട്ടിലുണ്ടാവില്ല. ഇയാൾ ഇത് എവിടുത്തുകാരനാടോ? ഇന്ന് രാവിലെ ഉണ്ടായ സംഭവം എങ്ങനെയാ ഇന്നലെ പറയാ? അത് ശരി, അപ്പൊ ഇന്ന് രാവിലെ ആയിരുന്നു സംഭവം. ചേച്ചിക്ക് എന്ത് മോശമായി പോയെന്ന് അറിയോ? കുളിക്കുന്നിടത്തൊക്കെ വന്ന് എത്തി നോക്കുകയെന്ന് വെച്ചാ. ശ്ശോ, ഓ, ഇപ്പൊ അവൻ എന്റെ കയ്യിൽ കിട്ടിയായിരുന്നെങ്കിണ്ടല്ലോ. ദേ വന്നുണ്ട്. നിക്കടാ, എന്താ നിന്റെ പേര്? വിനോദ്. ഈ പെൺകുട്ടി ഏതാണെന്ന് നിനക്കറിയോ? കണ്ടിട്ടുണ്ട്. അറിയും, ശരിക്കും അറിയും. ചേച്ചി താറാമുട്ടം ഓടിച്ചപ്പോ ചെവിക്ക് പിടിച്ചത്. അതെന്തെങ്കിലാവട്ടെ, നിനക്ക് ഞാൻ ആരാന്നറിയാമോ? വൈക്കം ഗിരീഷ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ആനയാ. ഓഹോ. അമ്പലപ്പുഴ രാജപ്പൻ? ഇല്ല. അതും ആനയാ. ഓ. മേലേടെ തപ്പുകൂട്ടൻ എന്ന് കേട്ടിട്ടുണ്ടോ? ആന? അല്ല, ഞാനാ. ഹ, അതിനിപ്പോ ഞാനെന്ത് വേണം? പാപ്പാനാവണോ? അപ്പുകൂട്ടനെ തളയ്ക്കാൻ ഒരു പാപ്പാനെ കൊണ്ടും പറ്റില്ലടാ. ഞാൻ ഒറ്റയാനാടാ, ഒറ്റയാൻ. എന്നാ പിന്നെ ഇവിടെ കിടന്ന് ചിഹ്നം വിളിക്കാണ്ട് കാട്ടിലേക്ക് പോകായിരുന്നില്ലേ? നിന്നെ പോലുള്ള വൃത്തികെട്ടവന്മാരെ ഒതുക്കിട്ടടാ ഈ അപ്പൂട്ടൻ കാട് കയറുള്ളൂ. കാണാൻ കൊള്ളാവുന്ന പെമ്പിളേരെ വഴിക്ക് തടഞ്ഞു നിർത്തി അസഭ്യം പറയുക, അവര് കുളിക്കുന്നിടത്ത് പോയി എത്തിച്ചു നോക്കുക, ഇതൊക്കെ ചെയ്യാൻ നീ ആടാ മേലെടുത്ത് അപ്പൂട്ടനോ? ഞാൻ ചിലപ്പോ ചീത്ത പറയും, കുളി കാണും, ചിലപ്പോ പ്രേമിക്കുകയും ചെയ്യും. ഇതൊക്കെ ചോദിക്കാൻ നീ ആരടാ? ആരാന്ന്? തിരിഞ്ഞു മറിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞ് വളത്ത് വീശി ഇടത്തോട്ട് തിരിഞ്ഞ് പിന്നെയും വലത്ത് കാല് നെട്ടി ഇടത്തോട്ട് തിരിഞ്ഞ് അടുത്ത കാലം നെട്ടി പൂഴി കിടത്ത് പൂഴിക്കിറങ്ങുന്നതോടെ പൂഴി വീണ്ടും എടുത്ത് ഒരു ഊതി ഊതി മേലിലോട്ട് പിന്നൊരു ഊതി പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞ് വളത്തോട്ട് വലിച്ച് ഓ കന്യത്തിലാം വൃശ്ചികം മനോപകരം കൊപ്പം അടുത്തരുത് പിന്നെയും വരുന്നുണ്ട്. ഓ മസിൽ കയറി, ഓ മസിൽ കയറി, മസിൽ കയറി, മസിൽ കയറി, മസിൽ കയറി. തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നേരിട്ട് പറഞ്ഞൂടെ? അതിന് ഈ കൂർക്ക എന്തിനാ? അതാടാ ഞാൻ ഈ നാട്ടിലെ ഗൂർക്കടാ. ഗൂർക്കയല്ല, കൂർക്ക, മന്ദം കൂർക്ക. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മുഴച്ചിട്ട് കുട്ടിയെ വിഷമിപ്പിക്കണമെന്ന് കരുതി ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വിചാരം എനിക്കില്ല. ഏതെങ്കിലും തരത്തിൽ ഞാൻ തന്നെ വേദനിപ്പിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കുക. തന്റെ കണ്ണും വെട്ടത്തുപോലെ ഞാനിനി വരില്ല. പോരെ? വേണ്ട വേണ്ട. ഏതായാലും അവന്റെ ആയുസ് എടുത്തിട്ടില്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ കൃത്യസമയത്ത് എന്റെ മസിലേറി പിടിക്കോ? കൂർക്ക. സത്യമായിട്ടും ആ തുത്തുകുണിക്കുള്ള നടപ്പും കിയാക്കിയാന്നുള്ള ഒച്ചയും എന്ത് രസാ അവറ്റകളെ കാണാൻ. ആരുടെ കാര്യം നീ പറയണേ? അപ്പൊ അമ്മ അറിഞ്ഞില്ലേ? പാടത്ത് താറാവ് കൂട്ടം വന്നിട്ടുണ്ട്. 100-400 എണ്ണം ഉണ്ടേ. ഒരു ചെക്കൻ അവറ്റകളൊക്കെ നോക്കണേ. മുടിയൊക്കെ പറപ്പിച്ച് വെളുത്തിട്ട് കാണാനൊരു ചന്തമൊക്കെ ഉണ്ട്. കൂടെ ഒരു ഉണ്ടക്കണ്ണനുണ്ട്. പാടത്ത് തന്നെ അവരുടെ താമസം. ആ ചെക്കന്റെ കയ്യിൽ ഒരു പാട്ടുപെട്ടിയുണ്ട്. നമുക്കൊരു 5-6 വാങ്ങിയാലോ? എന്താ അമ്മേ, നമുക്ക് വാങ്ങിയാലോ? എന്ത് പാട്ടുപെട്ടിയോ? അല്ലന്നേ, താറാവുകളെ. ഇനിയിപ്പൊ അതിന്റെ ഒരു കുറവേ ഉള്ളൂ. ഓ, കുഞ്ഞേട്ടനോട് പറഞ്ഞ എനിക്ക് എത്ര എണ്ണം വേണേലും വാങ്ങി തരുമല്ലോ. ദേ ഒരൊറ്റ വീക്ക് അങ്ങോട്ട് വെച്ചെന്നാലുണ്ടല്ലോ, ഏട്ടനോട് ചോദിക്കാൻ കണ്ട ഒരു കാര്യേ. അയ്യേ, അപ്പോഴേക്കും കരഞ്ഞോ? കരഞ്ഞൊന്നുമല്ല, ഉള്ളി പൊളിക്കണേന്റെയാ.
ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായകത്തു വരൂ ചക്രവർത്തിനി ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായകത്തു വരൂ ചക്രവർത്തിനി. എന്തിനാ വിളിച്ചേ? ആരെ വിളിച്ചു? പിന്നെ ഇപ്പൊ നഗ്നപാതയെ അകത്ത് വരുമെന്ന് പറഞ്ഞതോ? ആള് കൊള്ളാലോ. പിന്നെ എന്തേ പോന്നേ? പിണക്കൊക്കെ മാറിയോ? മാറിയിട്ടൊന്നുമല്ല, ഒരു കൂട്ടം ചോദിക്കാനാ. എന്തു കൂട്ടം? ഈ പാട്ട് വെട്ടി എനിക്ക് തരുവോ? വിട്ടെ വിട്ടെ, അതേ തൊട്ടുള്ള കളിയൊന്നും വേണ്ട. ഓ പിന്നെ എന്റെ കുഞ്ഞേട്ടനോട് പറഞ്ഞാ ഇതുപോലത്തെ എത്ര എണ്ണം വേണേലും വാങ്ങി തരുമല്ലോ. അതിന് തന്റെ ചേട്ടന് പുരാവസ്തു വകുപ്പിലല്ലേ പണി? നിങ്ങളുടെ ഉണ്ടക്കണ്ണൻ അച്ഛനോട് പറഞ്ഞാ വേറൊരെണ്ണം വാങ്ങി തരൂലേ? ഉണ്ടക്കണ്ണനോ? അയാള് കേക്കണ്ട. അയാളെന്റെ അച്ഛനൊന്നുമല്ല, ഞാനുള്ള പണിക്കാരനാ. അയ്യേ, എന്തേ ഈ പണി എത്ര മോശ? അതിന്റെ അല്ല, വേറെ ഒരു പണിയും കിട്ടിയില്ലേ? നല്ല നെയ്യും പരിപ്പൊക്കെ ഒഴിച്ച് ചോറുണ്ടിട്ടുണ്ടോ? ഞങ്ങളെല്ലാ ഓണത്തിനും വിഷുവിനും അങ്ങനെ തന്നെ ഉണ്ടണേ. എന്നാ ഞാൻ അങ്ങനെയല്ല ഉണ്ടിരുന്നത്. നല്ല ചൂട് ചോറിൽ നെയ്യും പരിപ്പൊക്കെ ഒഴിച്ച് തെക്കിനിയിൽ വെച്ചിട്ട് അമ്മാവൻ പറയും അച്ഛനെ പോയി പട്ടീന്ന് വിളിക്കാൻ. അച്ഛന് പ്രാന്താണേ. അമ്മാവൻ അച്ഛനോട് അത്രയ്ക്ക് ഇഷ്ടാ, അല്ലെങ്കിൽ അങ്ങനെ പറയില്ലല്ലോ. അങ്ങനെ അച്ഛനെ പട്ടീന്ന് വിളിച്ചിട്ട് വന്നത് ഉണ്ണും. കുറച്ച് പ്രായമായപ്പോ ചെയ്യണത് തെറ്റാന്ന് അറിയാമെങ്കിലും വയറ്റീന്ന് വിശപ്പിന്റെ ഒരു ആന്തലിങ് വരുമ്പോ പിന്നെയും പോയി വിളിക്കും. സ്വന്തം മുതൽ അന്യന്റെ ഔദാര്യം ആവണത് എത്ര നാളാ സഹിക്ക? അച്ഛൻ മരിക്കണവരെ അവിടെ നിന്നു, കൊള്ളി വെക്കാൻ പോലും നിന്നില്ല, വിട്ടുപോന്നു. ആകെ എടുത്തത് ഇതാ. ഇപ്പൊ സ്വന്തം എന്ന് പറയാൻ ആകെ ഉള്ളത്. അതിന് താനെന്തിനാ കരയണേ? അപ്പൊ ഞാനിത് വളരെ സങ്കടത്തിലൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ താനിവിടെ പൊളിച്ചേനല്ലോ. താനെന്തിനാ വിഷമിക്കണേ? എനിക്ക് വലിയ സങ്കടമൊന്നുമില്ലടോ. അങ്ങനെ ഇപ്പൊ സൂയിക്കണ്ട. പതുക്കെ കുടിച്ചാ മതിയടാ. നീ തന്നെ കുടിച്ചോ, എനിക്ക് വേണ്ട. അതിന്റെ അല്ല, ഇത് തീർന്ന നീ ഇനി വാങ്ങുന്ന ക്ലാസ് എടുക്കാതെ. ഒരു ഗ്ലാസ് ആക്കണ്ട, അതാ ഇത് മുഴുവൻ നീ എടുത്തോ. അത് വേണ്ട, അത് നീ എന്നെ കളിയാക്കിയല്ലേ. അപ്പൊ കാര്യങ്ങൾ അറിയാം. ഇന്ന് നാരായണേട്ടനെ കണ്ടില്ലല്ലോ. പനിയാ, വീട്ടിൽ കിടപ്പുണ്ട്. ഈ പനിയിൽ തീരോ? എന്റെ ചോദിച്ചാൽ വിരോധമുണ്ടോ? എവിടുന്ന്? എന്റെ അടിയന്തരം കൊണ്ടിട്ട് അങ്ങേര് പോകൂ. കാർന്നോമാരെ മുടിപ്പിക്കണ മക്കളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ നേരെ തിരിച്ചാ. അല്ലെങ്കിലും എന്റെ ജാതകത്തിലുണ്ടേ തന്തേ കൊണ്ട് മുടിയൂന്ന്. ജാതകത്തിന്റെ കാര്യമൊന്നും പറയണ്ട. എന്റെ ജാതകത്തിലുണ്ടായിരുന്നു ആദ്യത്തെ കുഞ്ഞ് ആണായിരിക്കുമെന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? ആദ്യത്തെ കുഞ്ഞ് പെണ്ണ്. അതിന് ജാതകത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ ആദ്യത്തെ കുട്ടി ആൺകൊച്ചു തന്നെയായിരിക്കും. മൂക്കൃത്തരം പറഞ്ഞ നിന്റെ മോൻ തന്നെ ഇടിച്ചു പരത്തും പട്ടി. പോട്ടടാ, അവനൊരു തമാശ പറഞ്ഞതല്ലേ. ഇങ്ങനെയാടാ തമാശ പറയണ എറപ്പാളി. വീട്ടുകാരെ,
ഇവിടെ ആരും ഇല്ലേ? വീട്ടുകാരെ എന്തേ? പാടത്ത് താറാവിനെ ഇറക്കിക്കോട്ടെ എന്ന് ചോദിക്കാൻ വന്നാ. എന്നാ തരും? മുട്ടയാ കൊടുക്കാറ്. പിരിക്കുകയാകാം പൊരിക്കുകയാകാം. നമുക്ക് പൊരിച്ചാ മതി അല്ലേ അമ്മേ? അത് ഇവിടുന്ന് തീരുമാനിക്കണം. മകനാ? ആളില്ലേ? എന്നാ പിന്നെ ഞാൻ ആരുമില്ലായിരിക്കും. വന്നോ അല്ലേ? ബന്ധം പുതുക്കാൻ വന്നു. ശേഖരൻകുട്ടി ജീവിതത്തിൽ നിന്ന് വരെ പേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ദിവസത്തെയാ. എന്തേ പോയേ? കൂടെ പാർപ്പിക്കായിരുന്നില്ലേ? അയാൾ അമ്മയെ കണ്ടിട്ടും കൂടി ഇല്ല. സത്യം. എന്തു വേണമെങ്കിൽ ആയിക്കോ, എനിക്കൊന്നുമില്ല. പക്ഷെ എന്നെങ്കിലും ഒരിക്കൽ എന്റെ പെങ്ങടെ തന്തയാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയെന്ന് അവൾ അറിഞ്ഞ പിന്നെ എന്തു നടക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ അവളെ വളർത്തിയത് ഈ കയ്യിലിട്ട് ഈ നെഞ്ചിലെ ചൂട് കൊടുത്താ ഞാൻ അവളെ ഉറക്കിയിട്ടുള്ളത്. കൊടുക്കില്ല ഞാൻ. ഏത് ദൈവം തമ്പുരാൻ വന്നാലും കൊടുക്കില്ല. എന്നെങ്കിലും അത് ഈ നാവിന്ന് വീണ അരിഞ്ഞുകളയും ഞാൻ. കൊന്നുകളെ എല്ലാത്തിനെയും. എന്റെ ഭഗവതി, ഞാൻ എന്തായി കണ്ടേ? എനിക്കിനി ചത്താലും വേണ്ടില്ല. അമ്മയും മോനുമായിട്ടൊന്നും മിണ്ടണത് കണ്ടില്ലേ? എന്താ അമ്മേ? അമ്മ എന്തിനാ കരയണേ? കുഞ്ഞേട്ട മഴക്ക വല്ലതും പറഞ്ഞോ? സന്തോഷം കൊണ്ടാ. എന്റെ മോൻ ഒരുപാട് കാലം കൂടി അമ്മയോട് സംസാരിച്ചില്ലേ, ആ സന്തോഷം കൊണ്ടാ. നിന്നെ പോലും കെട്ടാതെ എന്റെ കൂടെ പുറത്താവുന്നേ ഒരു ദിവസം ഇവന്റെ കൂടെ പുറത്താക്കുന്ന എന്താണ് പറയുന്നതനുസരിച്ചോളും. അല്ലത് ആര്? ശേഖരക്കുട്ടിയാ? എന്തൊക്കെയുണ്ട് വിശേഷം? നിന്റെ അമ്മ ആരോട് ചോദിച്ചിട്ടാ മാറ്റിന് കണ്ടത്തിൽ താറാവിനെ ഇറക്കിയത്? ഓ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? അല്ല, താറാവുമ്പോ പിന്നെ കണ്ടത്തിലല്ലാണ്ട് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കാൻ പറ്റോ? ആ ചെറ്റയുടെ കള്ളു വാങ്ങിച്ചിട്ട് തന്തയില്ല കാണിച്ചോ. അങ്ങനെ എല്ലാവരുടെ കാര്യം ലക്ഷ്യം നീ ആരടാ? അയാൾ ആരും നിന്റെ അപ്പനോ? അല്ല നീ അയാളുടെ അപ്പനോ? കൊയ്ത്ത് കഴിയാത്ത പാടത്ത് താറാവിനെ ഇറക്കിട്ട് ന്യായം പറയുന്നോടാ പട്ടി. ഒന്ന് പോറ ചെക്ക. അപ്പുട്ടിനോട് കളിച്ചാണ്ടല്ലോ എന്നെ കളിയാൻ പഠിപ്പിക്കും ഞാൻ. ആഹാ, നീ വെള്ളത്തിലിറങ്ങി കളിക്കാൻ പോവാ? ഇറങ്ങരുത്. എന്റെ കൈ കൊണ്ട് മരിക്കാനുള്ള യോഗം നിനക്കില്ല. അതിഭയങ്കരമായ അടിയൊഴുക്കുള്ള സ്ഥലമാണ്. നീ മുങ്ങി മരിക്കും. വേണ്ട, വരരുത്, വരരുത്. ഇപ്പൊ ഞാൻ പോണ്. ഇനി എന്നോട് കളിച്ചാണ്ടല്ല പൂളിക്കളയും ഞാൻ. രക്ഷപ്പെട്ടു.
ചേരൻകുട്ടി എന്നെ തല്ലരുത്, ഞാൻ കാല് പിടിക്കാം. എന്റെ അമ്മയാണ് സത്യം. മേലാൽ ഇനി നിങ്ങൾ ഉണ്ടാവില്ല. ഞാൻ നിന്നെ പറഞ്ഞെല്ലാം എന്റെ തണ്ടേനെ പറഞ്ഞായിട്ട് നീ കൂട്ടിക്കോ. തല്ലരുത്. ഈ അപ്പൂട്ടിനൊരു അബദ്ധം പറ്റിയതാ. ഇങ്ങനെ തല്ലരുത് കേട്ടോ. അടിച്ചാ എന്ത് ചെയ്യും? ഞാനിങ്ങനെ ചോദിച്ചാണ്ടല്ലോ ഒച്ചേക്കും. ഇനി എന്നെ തല്ലി ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും. മേല എന്റെ അടുത്ത് അഭ്യാസം കാണിച്ചാണല്ലോ, പാടത്ത് ഞാൻ ചവിട്ടി താക്കും. പട്ടി ഈ പൊണ്ടാണ് എല്ലാത്തിനും കാരണം. അതാ എന്റെ ഏട്ടൻ. ഓഹോ, ഇപ്പോഴെങ്കിലും പറഞ്ഞു നന്നായി. അതെന്താ? അയാളെങ്ങാനും ഇത് അറിഞ്ഞ എന്റെ അമ്മോ. എന്നെ എന്ത് ഇഷ്ടാന്നറിയോ? ഞാൻ എന്ത് പറഞ്ഞാലും വാങ്ങിത്തരും. അച്ഛൻ ഉണ്ടായിരുന്നെങ്കിന്ന് ഒരിക്കൽ പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അതിനോട് ഇട തന്നിട്ടില്ല എന്റെ ഏട്ടൻ. പാവാ. അതിപ്പ മനസ്സിലായി. ഇത്രയ്ക്ക് ധൈര്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നെ സ്നേഹിക്കാൻ പോയേ? അതിനാര് സ്നേഹിച്ചു? ഞാൻ വെറുതെ പറഞ്ഞല്ലേ. വെറുതെ ആണെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞ മീനാക്ഷിക്ക് വിഷമാവും. എന്റെ പൊന്നെ, ഈശ്വരൻ തന്നാ നിന്നെ എനിക്ക്. ഞാനെന്നും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന എന്റെ മാത്രം ഈശ്വരൻ. എന്നെ കെട്ടിച്ചു വിട്ടാലും അമ്മയ്ക്ക് വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കാം. പിന്നെ നീ വെച്ചോളമ്പി തന്നിട്ടല്ലേ ഞാൻ ഇത്ര ആയത്. പിന്നെ എങ്ങനെയാ ഉപ്പും ചാക്ക് പോലെ ആയത്? ഈ പെണ്ണിന്റെ ഒരു നാക്ക് നല്ല അടിയുടെ കുറവാ. അതെങ്ങനെയാ കൊഞ്ചിച്ചു കൊഞ്ചിച്ച് തലയെ കെട്ടി വെച്ചിരിക്കല്ലേ കുഞ്ഞേട്ടൻ. കാണണില്ലല്ലോ, നേരെ ഒരുപാടായി. ഇന്ന് രാധേച്ചി ഒറ്റയ്ക്ക് പോണ്ടി വരൂന്നാ തോന്നണേ. ഈ നേരത്തോ? ആ വന്നു. ഏയ്, ഇവിടെ ഒരാള് വന്നിട്ടുണ്ട്. ഞാൻ അറിഞ്ഞായിരുന്നു. അയ്യോ, എനിക്കിങ്ങനെ നുണ പറയണത് കേൾക്കുമ്പോഴാ. സത്യമായിട്ട് ഞാൻ ചെരുപ്പ് കണ്ടു. അതുപോലെ എന്ത് നിശ്ചയാ നോക്കിയേ. വന്നിട്ട് ഒത്തിരി നേരമായി. ഏയ്, ഒരു 3 മണിക്കൂറായി. വണ്ടി പണിത് കിട്ടാൻ വൈകി. വാ, ഞാൻ കൊണ്ടാക്കാം. ആയിക്കോ ആയിക്കോ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. അമ്മേ, ഞാൻ ഇറങ്ങാ. പിന്നെ എന്താടി? പാടത്ത് താറാവിനെ ഇറക്കിക്കോട്ടേന്ന് ചോദിച്ചു ആ ഉണ്ടക്കണ്ണൻ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? കുഞ്ഞേട്ടനോട് ചോദിക്കാൻ പറഞ്ഞു. അയാളുടെ ഒരു ഉണ്ടക്കണ്ണും നോട്ടവും കണ്ടാ തന്നെ അറയ്ക്കും. ശവം. മോൾ അങ്ങനെയൊന്നും പറയണ്ട. ഒന്നുമില്ലെങ്കിലും പ്രായമായ ഒരാളല്ലേ. അമ്മയ്ക്കിത് എന്ത് പറ്റി? കുറച്ച് ദിവസമായിട്ട് ഒരു മാറ്റം. ഇപ്പൊ ചിട്ടിയും പട്ടിയൊന്നും ഇല്ലേ? जरा सामने तो आओ चलिए, छुप छुप चलने में क्या बात है, यूं छुप ना सकेगा परमात्मा, मेरी आत्मा की ये आवाज है. കുഞ്ഞിക്കാറ്റിലാടി മുന്തിരി വള്ളികൾ, തത്തിത്താളമിട്ടു കരിമ്പനയോലകൾ, പനി നീരണിഞ്ഞു ഭൂതലമാകവേ, പുണ്യവാഹിനികൾ നൽകിനാനേശുവേ. ഇത് എവിടുന്ന് കിട്ടി? ക്രിസ്മസിന് പള്ളിക്കാര് പാടുന്നതാ. ശരിക്കും ഹിന്ദി പാട്ടാ. പിന്നെ അവർക്കിനി അത് കണ്ടിട്ട് വേണമല്ലോ. ഓ, ഇതിലും ഭേദം നമ്മുടെ ആശാൻ തന്നെയാ. എന്നിട്ട് എവിടെയാ ഉണ്ടക്കണ്ണൻ? മാടത്തിലും കണ്ടില്ല. ടൗൺ വരെ പോയിരിക്കാ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ. നിങ്ങളിവിടെ സ്ഥിരതാമസാക്കാനുള്ള പരിപാടിയാ? എന്താ അങ്ങനെ ചോദിച്ചേ? ഹേയ്, നിങ്ങളുടെ മാടം കണ്ടിട്ട് ചോദിച്ചതാ.
ഓ ഈ യക്ഷിയുടെ ഒരു അസൂയ. എന്താ വിളിച്ച? യക്ഷിന്ന്. മീനാക്ഷി, യക്ഷി. എനിക്കിഷ്ടല്ല അങ്ങനെ വിളിക്കണേ. തനിക്കിഷ്ടല്ലെങ്കിൽ താൻ വിളിക്കണ്ടോ, ഞാൻ വിളിച്ചോളാം. യക്ഷി, യക്ഷി. പോ അവിടുന്ന്. ചോദിക്കേ. കർത്താവിന്റെ കിടക്കാണല്ലേ? രാവിലെ തന്നെ കുരിശായിട്ട് ഇറങ്ങിയിരിക്കല്ലേ മനുഷ്യനെ മെനക്കെടുത്ത. ഇതത്രല്ല രഹസ്യം, ഇതാരും കേൾക്കാൻ പാടില്ലാത്ത. അതെ, ആർക്ക് കൊടുക്കാനാ? ആർക്കും കൊടുക്കാനല്ല, പൊട്ടിച്ച് ഭിത്തിയിലൊട്ടിച്ച് കളിക്കാനാ. അല്ലേ കൂട്ടാ? എന്നാ പിന്നെ പൊട്ടിയത് പോരെ? അയ്യോ, പൊട്ടിയത് പോരാ, അളവെടുത്ത് മുറിക്കാനുള്ളതാണേ. പൈസ അവനവന്റെ ട്രൗസർ ഇട്ടാ പോരടാ. മീനാക്ഷി, ആഹാ, കുട്ടനെ കാണാൻ കിട്ടണില്ലല്ലോ. എവിടെയായിരുന്നു ഇത്രയും ദിവസം? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. മീനാക്ഷി അങ്ങോട്ടൊന്നും വരാത്തെ. നേരം കിട്ടണ്ടേ കുട്ടാ? വീട്ടിൽ തന്നെ എന്തൊക്കെ പണികളാന്നറിയോ? നമ്മളും ഈ പിണക്കം വന്ന അമ്മയുടെ രാജ്യത്തിലൊക്കെ വിചാരം. അതുകൊണ്ടാ മീനാക്ഷി അങ്ങോട്ട് വരാത്തെന്ന്. അതിന് നമ്മൾ തമ്മിൽ എന്താ പിണക്കം? കുട്ടൻ അങ്ങനെ തോന്നുന്നുണ്ടോ? ഏയ്, ഞാൻ മീനാക്ഷിക്കൊരുട്ടും കൊണ്ടുവന്നുണ്ട്. എന്താ ഇത്? അത് പറയില്ല, വീട്ടിൽ ചെന്നിട്ട് നോക്കാവൂ. ഈ കുട്ടന്റെ ഒരു കാര്യം എപ്പോഴും ഇങ്ങനെ ഓരോ കൂട്ടങ്ങൾ തന്നോണ്ടിരിക്കും. നോക്കൂ. ഇല്ല, സത്യം സത്യം. ഞാൻ പോട്ടെ, അമ്മ അന്വേഷിക്കണ്ടാവും. വൈകിട്ട് അമ്പലത്തിൽ വരില്ലേ? പിന്നെ ബാലിക്ക് വരാണ്ടിരിക്കേ, നല്ല കഥയായി. എന്തിനാ കിതക്കണേ? അമ്പലപ്പറമ്പ് പോലെ ഓടുകയായിരുന്നു. എന്തിന്? കരിവള. എന്താ ഇത്? ഓഹോ, അപ്പൊ എന്നെ കളിയാക്കിയതാ അല്ലേ? സത്യായിട്ടല്ല, ഇത് കുട്ടൻ തന്നതാ. ആരായി കുട്ടൻ? മാഷിന്റെ മോൻ. ഏത് മാഷ്? രാധേച്ചിയുടെ അച്ഛൻ. ആരായി രാധ? ശേഖരൻകുട്ടിയേട്ടൻ കെട്ടാൻ പോണ. ഓ, ഏത് ശേഖരൻകുട്ടി? മീനാക്ഷിയുടെ ഏട്ടൻ. ആരായി മീൻ? ഓ, അല്ല, അവൻ എന്തിനാ നിനക്ക് കരിവള തന്നേ? പാവ, വാങ്ങിയില്ലെങ്കിൽ അതിന് വിഷമാവും. ലോകത്തുള്ള പാവങ്ങളുടെയൊക്കെ വിഷമം മാറ്റാൻ നീ ആരും മദർ തെരേസ. അയ്യോ, കഷ്ടായി. ഒരു കഷ്ടമില്ല, ഞാൻ വാങ്ങി തന്ന കരിവള മാത്രം നീ ഇട്ടാ മതി. കയ്യെങ്ങി നീട്ട്. കൈ നീട്ടടോ. വേദന ഉണ്ടോ?
കോപ്പ് ജീവിച്ചോണ്ടിരിക്കും അങ്ങനെ തങ്കട വിളിക്കണ്ട, ഞാൻ കണ്ടു. ആരിത് കുട്ടനാ? ഞാൻ കുട്ടനായിരിക്കും 3 പ്രാവശ്യം വീട്ടിൽ വന്നിരുന്നു. മാഷ് പറഞ്ഞില്ലേ? ഇല്ല. ഇതാണ് ഈ മാഷ ഒരു കുഴപ്പം. ഇങ്ങനെയുണ്ടൊരു മറവി. ഞാൻ കുട്ടന്റെ കയ്യിൽ നിന്ന് 50 രൂപ വാങ്ങിച്ചു എന്നുള്ളത് സത്യമാണോ? അപ്പൊ ഞാൻ കുട്ടനെ അന്വേഷിച്ച് വന്നു എന്നുള്ളത് സത്യ. മാഷ കയ്യിൽ കൊടുത്താലോ എന്ന് ഞാൻ ആലോചിച്ച. പിന്നീട് എനിക്ക് തോന്നി കുട്ടന്റെ കയ്യിൽ തന്നെ തരുന്നതല്ലേ അതിന്റെ ശരിയെന്ന്. എന്നെങ്കിൽ തന്നേരെ. പറയട്ടെ, വരണ വഴിക്ക് അമ്പലത്തിലൊന്ന് കേറി. ഉത്സവം കഴിഞ്ഞിട്ട് ഇതുവരെ ഒന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. കോപിക്കില്ലേ എന്റെ ദേവി. തിരക്ക് കാരണം വരാൻ പറ്റാച്ചെന്ന് പറഞ്ഞു മനസ്സൊരുക്കി തൊഴുത് നിൽക്കുമ്പോ പെട്ടെന്നൊരു ഉൾവിളിയാ. അപ്പൂട്ടാ, നീ ഒരു നേർച്ച മുടങ്ങിയിട്ടുണ്ട്. ഓർത്തപ്പോ ശരിയാ, കുട്ടന്റെ മീനാക്ഷിയുടെയും കാര്യം ശരിയാൻ വേണ്ടി ഞാനൊരു പുഷ്പാഞ്ജലി നടന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒട്ടും മടിച്ചില്ല. ഒന്നിനു പകരം 2 രക്തപുഷ്പാഞ്ജലി അങ്ങോട്ട് കഴിച്ചു. സത്യമുള്ള ദേവിയാണേ, ഫലം ഉണ്ടാവും. ഫലം ഉണ്ടായി. ഉത്സവത്തിന് വാങ്ങിക്കൊടുത്ത കരിവളയില്ലേ, മീനാക്ഷി ഇട്ടു. ഓ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഗണപതി ഹോമത്തിനും കൂടി നടന്നുണ്ട്. കാശുണ്ടെങ്കിൽ നമുക്ക് ഇപ്പനായിട്ട് നടത്താം. ഇപ്പഴില്ല, വേണ്ട, കാശുള്ളപ്പോ മതി. അല്ല എന്താ സഞ്ചിയില് പഴ വീട്ടിലേക്ക്. എന്റെ അമ്മ എപ്പോഴും പറയും, എന്റെ മോനെ അപ്പുകുട്ടിന് പഴന്ന് വെച്ച് ജീവനാന്ന്. ഉവ്വോ, എന്റെ മോനെ എന്താ ജീവനല്ലാത്ത? ഇവരുമായിട്ടാണോ എന്റെ കൂട്ടുകെട്ട്? എല്ലാ പോക്കിരിത്തരം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണല്ലേ? നാരായണേട്ട, വാക്കുകളിലല്ല വരികളിലാണ് കാര്യം. സംസർഗ ഗുണ ദോഷ കഷണ്ടി. ആ, അയാളിപ്പോ എന്താ പറഞ്ഞേ? നീ നാളത്തെ ഒരു അപ്പുകുട്ടനാവുന്നാ പറഞ്ഞേ. ഇനി എന്തിനാ തിന്നണേ? എന്താ ഇങ്ങനെ? ചെളിയുടെ ഓരോ കാര്യങ്ങളെ. അയ്യോ അയ്യോ, എന്താ ഇങ്ങനെ? പോടാ പട്ടി. ആ, എത്തില്ലോ. ഇരിക്ക. പണിക്കൊക്കെ മനസ്സിലായോ? പിന്നെ ശേഖരൻകുട്ടി എനിക്കറിയില്ലേ. മാഷെന്തിന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? ആ, ഞാനതങ്ങ് ഉറപ്പിച്ചു. ഇനിയും നീട്ടിയാ ശരിയാവില്ല. എന്താ തന്റെ അഭിപ്രായം? മാഷ് കാര്യം എന്താന്ന് പറഞ്ഞില്ല. രാധയുടെ കല്യാണക്കാരും തന്നെ ഞാനതങ്ങ് ഉറപ്പിച്ചു. പേടിക്കണ്ടോ, താൻ തന്നെ ആ വരൻ. അല്ല, അതിപ്പോ എന്താ തനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. അതിന്റെ അല്ല. പിന്നെ അവനൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇനി മാഷായിട്ട് പറഞ്ഞൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരുന്നാ മതി. ഇത്ര പെട്ടെന്നൊന്നും വേണ്ടോ. മുഹൂർത്തൊക്കെ നോക്കി ഈ നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി എന്നിട്ട് മതി. എന്താ പണിക്കരെ? പിന്നെ ആ, എന്താണ് നിന്റെ അഭിപ്രായം? ഞാൻ ചായ എടുക്കാം. അതാണ് അവളുടെ അഭിപ്രായം. തന്റെയോ? ഞാൻ ഇനി എന്ത് പറയാനാ, എല്ലാം മാഷ് തീരുമാനിച്ചില്ലേ. ഒരു മോഹമുണ്ട് മനസ്സില്. ഇത്തിരി അതിമോഹമാണോന്ന് സംശയമുണ്ട്. മാഷ് പറ, എന്നോടല്ലേ. രാധ ഇവിടുന്ന് അങ്ങോട്ട് വരുമ്പോ ആ കുടുംബത്തിൽ നിന്ന് ഒരാളെ ഞങ്ങക്ക് തരുവോ? മീനാക്ഷി, എന്റെ കുട്ടന് ഇത്തിരി പിടിപ്പും പ്രാപ്തിയും ഒക്കെ കുറവാണെന്നുള്ളത് എനിക്കറിയാം. നിനക്കെന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചാ മതി. കുട്ടനെ പറ്റി എനിക്ക് എന്ത് എതിരഭിപ്രായം? അതിന്റെ അല്ല, ഇത്ര നേരത്തെ കുട്ടിയല്ലേ അവള്. അത് നിനക്ക്, ബാക്കിയുള്ളവർക്ക് അവള് വലിയ പെണ്ണ് തന്നെയാ. അന്യ സ്ഥലത്തേക്കൊന്നും അല്ലല്ലോ, ഇങ്ങോട്ടല്ലേ അവള് വരണത്. ഈ കുടുംബത്തിലേക്ക് അവള് വരിക എന്ന് പറഞ്ഞ അത്രയ്ക്ക് പുണ്യം ചെയ്തിട്ടുണ്ടോ എന്റെ മീനാക്ഷി? ആ, ഇനി താൻ ആ കട്ടയം പടം നിർത്തിയേ.
കള്ളൻ ഇവിടെ ഒന്ന് ഒളിച്ചു നിക്ക. സന്തോഷായോ? കോഴി പണ്ടാറ്. നീ ഇത് ഏത് ലോകത്താടി? ഇപ്പൊ ഇത് മുഴുവൻ തീർന്നേനല്ല. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? സുഖമില്ലേ? ഒന്നുമില്ല. പുഴുക്കായി. നീ അതങ്ങ് കോരാൻ നോക്കിയേ. ഞാനിത് ചിക്കിട്ടങ്ങ് വരാം. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ചതിച്ചോ നീ? ആരാ? അമ്മയോട് പറയാ. ആരാ? ഓള് പറയും. അമ്മയല്ലേ ചോദിക്കുന്നത്? താരോകൂട്ടത്തിനൊപ്പം വന്ന് ഈശ്വര, ചേരൻകുട്ടി അറിഞ്ഞ നിന്നെ കൊന്നുകളയല്ലോടി. കഴിവേടെ മോളെ, ഇതിനാണ് ഇത്രയും കാലം നിന്നെ എന്തിന്റെ കുറവായിരുന്നു നിനക്കവിടെ? കൺവെൻഷൻ ചാന്തുവാണ് അമ്മയുടെ പുതിയ ഇതിന്റെ ശവത്തിൽ എടുപ്പിക്കാണ് ഞാൻ. മിണ്ടരുത്, കൊന്നാണ് ഞാൻ. അവിടെ അമ്മ ഇതിനകത്ത് പെറ്റിട്ടില്ലേ പറയും. ഒന്നാണ് ഞാൻ കിളന്നാലും പുറത്തിറങ്ങിയ കൊന്നാളെ ഞാൻ ഒന്ന് കുഴിച്ചുകൂടും. എന്തിനാ അവൾ അടിച്ചേ? എനിക്കറിയണം. എന്തിനാ അവൾ അടിച്ചേ? കൈയെടുക്കണം. എന്തിനാണ് അടിച്ചെന്ന്? ശേരൻകുട്ടി, ശേരൻകുട്ടി, എവിടെയൊക്കെ അന്വേഷിച്ച് നടന്നു എന്റെ ശേഖരൻകുട്ടിയെ. നീ മോന്തിക്ക് ഇവിടെ വന്നിരിക്കുമെന്ന് ആരെങ്കിലും കരുതിയോ? കുട്ടൻ വീട്ടിൽ വന്ന് ഒരേ കരച്ചില്. നീ അവനെ വഴക്ക് പറഞ്ഞു എന്നോ അടിച്ചു എന്നോ എന്തൊക്കെയോ പറയണ കേട്ടു. എന്താണോ കാര്യം? അവൻ പറഞ്ഞില്ലേ? അവൻ പറഞ്ഞത് മുഴുവൻ വിശ്വസിക്കാനാണെങ്കിൽ പിന്നെ ഞാനിപ്പോ ഇങ്ങോട്ട് പറഞ്ഞോ? ഞാൻ അവനോട് പറഞ്ഞു, നീ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും തക്കതായ കാരണം ഉണ്ടാവുന്നു. വഴക്ക് പറഞ്ഞതിലല്ല, അടിച്ചതിലാ അവൻ ഏറ്റവും വലിയ വിഷമം. ഇത്രയും പ്രായമായ ഒരു ചെക്കന്റെ കരണക്കുറ്റിക്കൊക്കെ അടിക്കാന്ന് വെച്ചാ, ഏതായാലും നീ അവനെ കണ്ടൊന്ന് ആശ്വസിപ്പിക്കണം. സാരമില്ലടാ, പോട്ടേന്ന് നീ ഒന്ന് പറഞ്ഞാൽ അത് തീരും എല്ലാം. ഒന്നുമില്ലേലും അവൻ നിന്റെ പെങ്ങളെ കെട്ടാൻ പോണനല്ലേ? അതിന് നടക്കുമെന്ന് തോന്നില്ല. എന്ന് വെച്ചാ അങ്ങനെ ഒരു ബന്ധത്തെപ്പറ്റി മാഷിനി ആലോചിക്കണ്ട. എനിക്ക് മനസ്സിലാവണില്ല.
മാഷ് പോ. നീ കാര്യം എന്താന്ന് പറ. മാഷൊന്ന് പോണോ? എനിക്കിത്തിരി സ്വൈര്യം വേണം. ശേഖരൻകുട്ടി, അതെ, ശേഖരൻകുട്ടി തന്നെയാ. എന്നെ ഒന്ന് വെറുതെ വിട്. ഇവിടെ നിന്ന് പോയിത്തോ. നീ ഇത് പറയണം. എന്നോട് നീ ഇങ്ങനെ തന്നെ പറയണം. ഞാൻ പോവാ. നീ ഇത്രയും വലിയ ആളായത് ഞാൻ അറിഞ്ഞില്ല ശേഖരൻകുട്ടി. ഇത്രയും വളർന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. നന്നായി വരും, നീ നന്നായി വരും. കണ്ടോ? എന്തു പറഞ്ഞു? നിനക്ക് വേണ്ടവളെ അച്ഛൻ കൊണ്ടുതരും. രാജകുമാരിയെ പോലൊരു പെണ്ണിനെ അച്ഛൻ കൊണ്ടുതരും. വേണ്ട, എനിക്ക് ഒരു രാജകുമാരിയും വേണ്ട. മീനാക്ഷിയെ മതി. അവളെ മതി എനിക്ക്. മറന്നുകളെ. അങ്ങനെ ഒരുത്തനെ കണ്ടിട്ടേ ഇല്ലാന്ന് കൂട്ടിയാ മതി. നിന്നെ എനിക്ക് മനസ്സിലാവും, ഈ അച്ഛന് മനസ്സിലാവും. പക്ഷെ നമ്മുടെ കുട്ടൻ, അവനെ ഇത്തിരി നീ മനസ്സിലാക്ക്, ഒരിത്തിരി. അപ്പോഴത്തെ ദേഷ്യത്തിന് വല്ലതും ചെയ്തായിരിക്കും. അല്ലാണ്ട് എങ്ങനെ ചെയ്യോ? നമുക്കറിയാത്തതാണോ ശേഖരൻകുട്ടിയെ? നമ്മുടെ കുട്ടിയല്ലേ അവനും. അല്ലേ? അങ്ങനല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്റെ കുട്ടനേക്കാ കൂടുതൽ സ്നേഹമായിരുന്നില്ലേ എനിക്ക് അവനെ? ഇനിയും ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ അവൻ എന്നെ അടിച്ചേനെ, അറിയോ? ഈ പാവൻ റിട്ടയർഡ് വാദ്യാർക്ക് ഇതിക്കുള്ളിൽ താഴാൻ പറ്റില്ലായിരുന്നു. സത്യം. ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ? ഏയ്, എനിക്കറിയായിരുന്നു വരുമെന്ന്. നീയും കൂടെ ഇനി ബാക്കിയുള്ളൂ. ഇനി നിന്റെ ഊഴ താണ്ഡവാടാൻ ശേഖരൻകുട്ടിയുടെ മനസ്സുണ്ടല്ലോ, ആടി തീർക്ക്. ഒരിക്കലും വരരുതെന്ന് കരുതിയതാ. ഇനി ഒരിക്കലും മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തല്ലേ ഈശ്വരന്മാരെ എന്ന് പ്രാർത്ഥിച്ചതാ. എന്തിനു വേണ്ടിയായിരുന്നു ഈ നാടകമൊക്കെ? ആർക്കു വേണ്ടിയായിരുന്നു? മീനാക്ഷി ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ എന്തിനാ അവനെ എങ്ങനെ മോഹിപ്പിച്ച്? പാവമല്ലായിരുന്നു എന്റെ കുട്ടൻ. പിന്നെ ഞാൻ എന്താ വേണ്ടേ? വയറ്റിലുണ്ടായ ഒരു പെണ്ണിനെ ഞാൻ അവന്റെ തല കെട്ടിവെക്കണോ? എന്തായി പറയണേ? വിശ്വാസമാവണില്ലല്ലേ? വിശ്വസിക്കാതിരിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ സത്യ, ഇവിടെ വന്ന താറാവുകാരൻ ചക്കനില്ലേ, അവനീന്ന് എല്ലാവരുടെ മുമ്പിലും ശേഖരൻകുട്ടി ഇപ്പൊ ദുഷ്ടനാ, നെറുകെട്ടോനാ. പക്ഷേ ശേഖരൻകുട്ടി എന്താ ഇങ്ങനെ ആയിന്ന് ആരും ചോദിച്ചിട്ടില്ല. നീ പോലും. ഓർമ്മിച്ചു വെക്കാൻ ഒരു കളിപ്പാട്ടം പോലും ഇല്ലായിരുന്നു ബാല്യമായിരുന്നു എന്റേത്. അച്ഛനെ പറ്റി നിഴല് പോലും ഓർമ്മയെ എനിക്കുള്ളൂ. ഒരുപാട് കഷ്ടപ്പെട്ട എൻ്റെ അമ്മ എന്നെ വളർത്തിയത്. അച്ഛൻ മരിച്ചിട്ട് അമ്മയ്ക്ക് പറ്റി തെറ്റ്. അതാ എൻ്റെ പെങ്ങള് മീനാക്ഷി.
ഒരു കൊയ്ത്ത് കാലത്ത് നാട്ടിൽ വന്ന താറാവുകാരൻ. അയാളെ ഇന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോന്നതാ ഈ നാട്ടിലേക്ക്. പക്ഷേ അവസാനം അയാൾ ഇവിടെയും വന്നു. പാടത്ത് താറാവിനെ ഇറക്കിക്കോട്ടെ എന്ന് മീനാക്ഷിയോട് ചോദിച്ചില്ലേ, അതവളുടെ അച്ഛനാ. അയാൾ ഇവിടുന്ന് തിരിച്ചു പോയപ്പോൾ എല്ലാം കഴിഞ്ഞു എന്ന് ഞാൻ ആശ്വസിച്ചു. പക്ഷേ അമ്മയ്ക്ക് പറ്റിയ അതേ തെറ്റ് മകളും ആവർത്തിച്ചു. എല്ലാം ഇട്ടെറിഞ്ഞ് എല്ലാം ഉപേക്ഷിച്ച് പോകുന്ന ഒരിക്കൽ ഇനി ഞാൻ എങ്ങോട്ട് പോണം? നീ പറ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് വിഷമമുണ്ടല്ലേ? ഒരു നെരിപ്പോട് നെഞ്ചി കയറ്റി ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയെന്നറിയോ? ഞാൻ ഇനി എങ്ങോട്ട് പോണം? ആ ദിവ്യ ഗർഭമായിട്ട് ഞാൻ ഇനി എങ്ങോട്ട് പോണം? ഈശ്വര, ഇത്രയ്ക്കൊക്കെ അനുഭവിക്കാൻ എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ഒക്കെ ശരിയാവും. എനിക്ക് വിശ്വാസമുണ്ട്, നല്ല വിശ്വാസമുണ്ട്. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. നാളെ പറയാ, നിങ്ങള് വെറുതെ പറയാ. ഇനിയും വിശ്വാസം ആവണില്ലെങ്കിൽ നീ നിന്റെ അമ്മയോട് തന്നെ ചോദിക്കേ. ഞാനീ കേട്ടതൊക്കെ സത്യാണോ? പറയാൻ. അറിയില്ലായിരുന്നു, ഒന്നും അറിയില്ലായിരുന്നു. രാധേച്ചിയൊക്കെ പറഞ്ഞു. ഏട്ടന്റെ മീനാക്ഷിയല്ലേ, അറിയാതെ പറഞ്ഞതാ. പുറത്തൂടെ മാപ്പാക്കിക്കൂടെ? എന്റെ കുഞ്ഞേട്ടനല്ലേ. എന്തിനാ എന്റെ മോളേട്ടൻ ഇങ്ങനെ ധനിപ്പിച്ച്? ഏട്ടനൊക്കെ മറന്നു. എന്റെ കുട്ടിയുടെ കണ്ണു നിറയണത് ഏട്ടന് സഹിക്കൂല. ഏട്ടൻ പോയി വിളിക്കാം. ഏട്ടൻ കൊണ്ടുവരാവനെ. ഏട്ടൻ കൊണ്ടുവരാം. ഒരു കാര്യം അവനോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയണോ? പിന്നെ അയാൾക്കറിയോ? ഏട്ടൻ അയാളോട് പറഞ്ഞോ എന്റെ അച്ഛനൊന്ന്? ആ മനസ്സ് എന്തോരം നൊന്നിട്ടുണ്ടാവും. ഏതോ ഒരുത്തന്റെ മനസ്സ് നൊന്നതിന് നിനക്ക് ഇത്ര വിഷമം. അപ്പൊ ഞാനീ അനുഭവിച്ചതൊക്കെയോ? ഏതോ ഒരുത്തനല്ലല്ലോ, അച്ഛനല്ലേ. ഇത്രയും കാലം ഏട്ടൻ നിന്നെ കരുതിയത് പോരായിരുന്നു എന്ന് മോക്ക് തോന്നുന്നുണ്ടോ? ഏട്ടൻ നിന്നെ സ്നേഹിച്ചത് കുറഞ്ഞു പോയിന്ന് എന്റെ കുട്ടിക്ക് തോന്നുന്നുണ്ടോ? വേണ്ട, വേറെ ആരും വേണ്ട. എനിക്ക് എന്റെ ഏട്ടൻ മാത്രം മതി. അത് മതി എനിക്ക്. ഏട്ടന് മനസ്സിലാവുന്നുണ്ട്. വരാൻ പറയാം. വന്ന് എന്റെ മീനാക്ഷി അനുഗ്രഹിക്കണമെന്ന് പറയാം. ആരും ആർക്കും പകരാവില്ലല്ലോ. നിനക്ക് അവിടം വരെ ഒന്ന് പോവായിരുന്നില്ലേ? ഈ അവസ്ഥയില് ഞാൻ എങ്ങനെ ഇവിടുന്ന് പോവാ? എന്താ അവസ്ഥ? അല്ല, ഇവനിപ്പോ അങ്ങോട്ട് പോയിട്ട് എന്തിനാ? പറഞ്ഞു കേട്ടോടത്തോളം അവളുടെ ആങ്ങള ഇവൻ അങ്ങോട്ട് ചെന്നാ കൊന്നു കളയും. നിന്റെ കരുതാക്കെടുത്തൊന്നും പറയല്ലേ, കേട്ടിട്ട് എന്നെ പേടിയാവണു. അവൻ പറഞ്ഞാലും കാര്യമുണ്ട്. ഇവൻ ഒറ്റയ്ക്ക് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ?
ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ നിങ്ങളീ പറയണേ? നീ ഒന്ന് സമാധാനായിട്ടിരിക്കും, എല്ലാറ്റിനും വഴിയുണ്ടാവും. വഴിയുണ്ടാവും, പെരുവഴി. അവള് വല്ല കനാല് വാച്ചറയോ വല്ല സർക്കാർ കുമസ്തനെയോ കെട്ടി സുഖമായിട്ട് ജീവിക്കും. നീ ഇവിടെ ശോകാനം പാടി ഇങ്ങനെ നടക്കും. അതും സംശയ. ആകെ ഉണ്ടായിരുന്നൊരു കോളാമ്പി പേട്ടി അവളെ അടിച്ചു മാറ്റിയില്ലേ? നീ ഇതൊന്നും കാര്യാക്കണ്ട. കെട്ടിറങ്ങണവരെ ഇവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കും. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു രൂപമില്ല. അതവനാ, അവളുടെ ഏട്ടൻ. ഈ പട്ടാളി ജംഗ്ഷൻ പട്ടാല് കഴിഞ്ഞല്ലോ. ഇവിടെ വിനോദ് എന്ന് പറഞ്ഞ ഒരാളെ അറിയോ? ഈ താറാവ് കൂട്ടമൊക്കെ ആയിട്ട് നടക്കുന്ന, നീ അറിയോ? ഏയ്, എന്റെ അറിവിൽ ഒരു വിനോദ്. എനിക്കറിയാം. നിങ്ങളെ അന്വേഷിക്കുന്ന വിനോദിനെ എനിക്കറിയാം. നല്ല ഉയരത്തില് വെളുത്തിട്ടേ ഒളിച്ചിരിക്കവൻ. പേടിച്ചിട്ടേ ഒളിച്ചിരിക്കവൻ. എവിടെ? ദേ ഇതിനകത്തേ ഒളിച്ചിരിക്കവൻ കള്ളൻ. പോട്ടെ ഏട്ടാ, അവൻ ബോധമില്ലാണ്ട് പറയണ വിട്ടുകള. പോടാ അവിടുന്ന്. ഞാൻ പറഞ്ഞത് സത്യ. ഒളിച്ചിരിക്കവൻ. ഒന്നും മിണ്ടായിരിക്കണ്ടോ നീ? ഒരു പെങ്കൊച്ചിന് വയറ്റുണ്ടാക്കിട്ട് ഇവിടെ വന്ന് സുഖിച്ച് കഴിയാമെന്ന് കരുതിയോ നീ? അറിയില്ലായിരുന്നു, സത്യം. പിന്നെ എന്നെ കണ്ടപ്പോ എന്തിനാ നീ ഒളിച്ചേ? പേടിച്ചിട്ട. ഞാൻ വന്നേനെ. ആശ മരിച്ചു. പൊലകുളി പോലും കഴിഞ്ഞിട്ടില്ല. എങ്ങനെ? അവിടുന്ന് വന്നിട്ട് ശരിക്കും ഭ്രാന്ത് പോലെയായിരുന്നു. ആരോടും സംസാരിക്കാതെ എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കും. അടുത്താരും ചെല്ലണ കൂടി ഇഷ്ടമല്ല. ഒരു ദിവസം രാത്രി എന്നെ വന്ന് വിളിച്ചു. നല്ല വിഷമമുണ്ടായിരുന്നു. കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു. പിറ്റേന്ന് രാവിലെ ആൽമരത്തിൽ തൂങ്ങി നിന്നു. എന്നെങ്കിലും നിങ്ങളെ കണ്ട ഒന്ന് മാത്രം പറയാൻ പറഞ്ഞു. നിങ്ങളൊരാൺകുട്ടിയാന്ന്. എത്ര ദുഷ്ടനായിരുന്നെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഒത്തിരി ഇഷ്ടമായിരുന്നു എന്നെ. വല്ലാത്തൊരവസ്ഥയായിപ്പോ എന്റെ. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ചെല്ല്, പോയി വിളിക്ക. വിനു, എന്താ? എന്തു പറ്റി? എന്താടാ? എന്താ? കുട്ട, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? കൊല്ലും ഞാൻ.
കത്തിന്ന് വിടാൻ വിടാൻ. കുഞ്ഞേട്ടാ എനിക്ക് പയ്യെ പതുക്കെ. ആ. എന്താ 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 പറ്റിയ പതുക്കെ പതുക്കെ. ഒന്നുമില്ല, നിങ്ങൾ വീട്ടിലേക്ക് പോകും. പറയുന്നത് കേക്ക്. വണ്ടി വിട്ടോ. എന്തിയെ ഇനി ആരെങ്കിലും കുത്തണോ? പറയേ, ഇനി ആരെങ്കിലും കൊല്ലണോ നിനക്ക്? അയാള് മീനാക്ഷിയുടെ ആരാ? ആ താറാവുകാരൻ. അറിഞ്ഞിട്ടെന്തിനാ? ഇനിയും പുറകെ കത്തിയെടുത്ത് ചെല്ലാനാ? ഞാൻ നിനക്ക് ഇന്ന് വരെ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? പിന്നെ എന്തിനാ കൊണ്ട് നീ ഇങ്ങനെ ചെയ്ത്? അയാളെന്ന് അറിയില്ല. ശേഖരൻകുട്ടിയാണെന്ന് കരുതിയേ. എന്തിന്? നമ്മുടെ കല്യാണത്തിന് സമ്മതിക്കാത്തോണ്ടാ. കല്യാണത്തിന് സമ്മതിക്കാതിരുന്നത് കുഞ്ഞേട്ടനല്ല, ഞാനാ. പിന്നെ ഇത്രയും നാളെ എന്നോട് പറഞ്ഞതൊക്കെ എന്തു പറഞ്ഞു? അപ്പോ ഞാൻ തന്ന കരിവളിട്ടതോ? കരിവളിട്ട ഇഷ്ടാവോ? എനിക്ക് ഒരിക്കൽ പോലും കുട്ടനോട് അങ്ങനെ തോന്നിയിട്ടില്ല. കുട്ടനിപ്പോ ചോദിച്ചില്ലേ അയാൾ എന്റെ ആരാന്ന്? എനിക്കിഷ്ടം, എന്റെ ജീവന. അയാൾക്ക് എന്തെങ്കിലും പറ്റിയ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. സത്യം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ദൈവം പോലും നിന്നോട് പോർക്കില്ല കുട്ട. ഇല്ല, ഒന്നും പറ്റില്ല. മീനാക്ഷി അയാളെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചു. എന്നെ എല്ലാവരും പറഞ്ഞു പറ്റിച്ചതാ. എല്ലാരും പറഞ്ഞതൊക്കെ ഞാനങ്ങ് വിശ്വസിച്ചേ. ഞാനൊരു പൊട്ടൻ. പക്ഷെ ഒരുപാട് ഇഷ്ടമായിരുന്നു എനിക്ക് മീനാക്ഷി, ഒരുപാട്. എനിക്ക് കരച്ചില് വരിക, സങ്കടം സഹിക്കാൻ പറ്റണില്ല. ഒന്നും സാരില്ല, ഞാൻ പോവാ. ഇനി വരില്ല, സത്യം പോവാ. ഒന്നുമില്ല, ഏട്ടനല്ല പറയണത്. ഒന്നും വരില്ല. എനിക്കൊന്ന് കാണണം. ഒന്നുമില്ല, 5-6 സ്റ്റിച്ച് ഉണ്ട്, അത്രയില്ല. എന്തിനാ ഇങ്ങോട്ട് കൂട്ടിയ? വീട്ടിലിരിക്കാൻ സമ്മതിക്കുന്നില്ല. വിളിക്കണ്ട, മയങ്ങാവും. എന്റെ കുട്ടി എവിടെയാ? എവിടെയാ എന്റെ കുട്ടൻ? അവൻ ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല. തിരക്കിപ്പാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. എന്തി എന്റെ കുട്ടൻ? മാഷേ, ഞാൻ ശേരൻകുട്ടി, നിനക്ക് ഇന്നോളം എന്തേലും ദ്രോഹം ഞാൻ ചെയ്തിട്ടുണ്ടോ? നന്മ മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ.
എന്റെ കുട്ടിയെ കാണാനില്ല. നിനക്കറിയാം അവൻ എവിടെ ഉണ്ടെന്ന്. നീ അവനെ എന്താ ചെയ്തേ? അച്ഛനെ പോലല്ലേ കണ്ടിട്ടുള്ളൂ. ഇത്രയും കാലം ഞാൻ അങ്ങനെയല്ലേ കരുതിയിട്ടുള്ളൂ. ഞാൻ അവൻ എന്തെങ്കിലും ചെയ്യുമോ? എന്റെ അനിയനല്ലേ അവൻ. എനിക്കറിയില്ല, ഒന്നും അറിയില്ല. എന്താ അവന് പറ്റിയേ? അവൻ ആരെയോ കുത്തി എന്നൊക്കെ കേട്ടു. എന്താ ഉണ്ടായേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. എന്റെ കുട്ടൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാനല്ലേ പറയണേ. എവിടെ ഉണ്ടെങ്കിലും ഞാൻ കൊണ്ടുതരും. ഈ കൈ കൊണ്ട് നേപ്പിക്കും. ശേഖരൻകുട്ടിയാ പറയണേ. മാഷിപ്പം വീട്ടിലേക്ക് ചെല്ല്. അവിടെ എല്ലാവരും വിഷമിച്ച് കാത്തിരിക്കായിരിക്കും. കരയല്ലേ? ഇങ്ങനെ കരഞ്ഞ അസുഖം കൂടുകയേ ഉള്ളൂ. അവനിനി വരും. വരാണ്ട് എവിടെ പോവാനാ? ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടാവും. വിശന്നു തുടങ്ങുമ്പോ താനേ പുറത്തു വരും. വരട്ടെ. ബാക്കിയുള്ളവരെ ദണ്ണിപ്പിക്കുന്നതിനുമില്ലേ ഒരതിര്? താനിങ്ങനെ ആദ്യം എടുത്തൊന്നും വരുത്തി വെക്കാണ്ടിരുന്നാ മതി. ഇത് കുടിക്ക്, കുറച്ച് ആശ്വാസം ഉണ്ടാവും. ആ, എഴുന്നേറ്റ്. ഞാൻ നോക്കട്ടെ. വല്ല കത്തും നടിയിലും കയറി ഒളിച്ചിരിപ്പുണ്ടാവും. അച്ഛനെ അടിക്കൊന്നും പേടിയുണ്ടാവേ. കുട്ടാ, അച്ഛനൊന്നും ചെയ്യില്ല. നീങ്ങി പോരെ. ഇവന്റെ ഒരു കാര്യം. ഇനി അച്ഛനെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലടാ. വാടാ കുട്ടാ. അച്ഛനല്ലേ വിളിക്കണേ. ഇനി അച്ഛന് ദേഷ്യം വരും. അച്ഛന് ദേഷ്യം വന്നാ അറിയാലോ നിനക്ക്. അടിച്ചു തുടയാൻ പൊട്ടിക്കും. കുട്ടാ, കുട്ടാ. കുട്ടനെന്തേ? എവിടെയാവൻ? നീ കണ്ടില്ലേ അവനെ? എവിടെയാ? മാഷുവാ. എവിടെ? എന്റെ കുട്ടിയുടെ അടുത്തേക്കോ? മാഷുവാ. അവനെന്താ ഇങ്ങോട്ട് വന്നാൽ? മാഷ് വന്നേ. മാഷേ,
22. എന്റെ പൊന്നുകുട്ട, എന്തിനാടാ അച്ഛനോട് നീ ഇങ്ങനെ ചെയ്തേ? എന്തിനാടാ? അച്ഛൻ വെറുതെ പറഞ്ഞതല്ലായിരുന്നോ? അടിക്കുന്നൊക്കെ അച്ഛൻ വെറുതെ പറഞ്ഞതല്ലേ? എന്റെ കുട്ടിയെ അച്ഛൻ ഇന്നോളം അടിച്ചിട്ടുണ്ടോ? ഇതിനാ കുട്ടാ നീ ഇത് ചെയ്തേ? അയ്യോ അയ്യോ. മാഷേ, മാഷേ, ഇങ്ങനെ കൊണ്ടുതരാമെന്നാണോ നീ പറഞ്ഞേ? ഇങ്ങനെ ഇവനെ എനിക്കെന്തിനാ? വേണ്ട, നീ എടുത്തോ, എന്നാ എടുത്തോ. അയ്യോ അയ്യോ. ഇത് നമ്മുടെ കുട്ടനല്ല, നമ്മുടെ കുട്ടനല്ല മോളെ. കരയരുത്, കരയരുത്.